എൻ്റെ ഭാഗത്തൊരു തിരുത്തൽ വേണം എന്നെനിക്ക് തോന്നിയാൽ, എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തിയെടുക്കാനൊക്കെ ഉള്ള ഒരു വിവേകവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. തീവ്രവാദി എന്ന് പറയുമ്പോൾ തീവ്രത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്ന ചരിത്രമെന്ന് പരിശോധിച്ച് നോക്കിയാൽ പലതും മിസ്ഇൻ്റർപ്രറ്റഡ് ആയിട്ടുള്ള ചരിത്രമാണ്. അയ്യപ്പന് മതത്തെക്കുറിച്ചേ ചിന്തയില്ല, മനുഷ്യനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. വാവരല്ല അവിടെ നിലനിൽക്കുന്ന സങ്കല്പം, അത് തെറ്റാണ്, വാപുരനാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. NSS ഉണ്ട്, SNDP ഉണ്ട്, അവരും മറുവശത്താണ് എന്നാണ് പറയുന്നത്. പക്ഷേ അവരിൽ എത്ര പേർ മറുവശത്താണ്? കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന പരിപാടിയിൽ സ്വാമി നടത്തിയ ഒരു പ്രസംഗം, ഇസ്ലാമിക തീവ്രവാദിയാണ് വാവര്, ആ വാവരെ ഇതിന് ശബരിമലയുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗവാക്കാക്കേണ്ടതില്ല. തീവ്രവാദിയാണ് വാവർ എന്ന് പറയാൻ പല പല കാരണങ്ങളുണ്ട്. തീവ്രവാദി എന്ന് പറയുമ്പോൾ തീവ്രത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. താൻ വിശ്വസിക്കുന്ന കാര്യം തീവ്രമായി വിശ്വസിക്കുക, ചിന്തിക്കുന്നത് തീവ്രമായി ചിന്തിക്കുക, ഇൻറ്റൻസീവായിട്ട് മാക്സിമം. അപ്പോൾ ആ രീതിയിലാണ് ഈ തീവ്രത എന്നുള്ളതിനെ നമ്മൾ എടുക്കേണ്ടത്. തീവ്രതയുടെ പിന്നിൽ ഒരു വിദ്വേഷമോ അത്തരത്തിലുള്ളൊരു വികാരമോ ഒന്നും തന്നെ നമ്മൾ ആരോപിക്കേണ്ടതില്ല, അതിന് അടിസ്ഥാനമില്ല. പിന്നെ വാവരയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാവും പണ്ട്, വാവരും അയ്യപ്പനും, അതുപോലെ സ്വാമി അയ്യപ്പൻ, ഇതിലൊക്കെ വാവരെ പറ്റി പറയുന്നുണ്ട്. ആ സിനിമകളൊന്നും തന്നെ നിരോധിച്ചതായിട്ടും അതൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതായിട്ടും ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അതിൽ ഞാനും കേട്ടിട്ടുണ്ട്. വാവര് എന്ന് പറയുന്ന ഒരു കടൽ കൊള്ളക്കാരൻ അയ്യപ്പനെ ആക്രമിക്കാൻ വരികയും അയ്യപ്പനുമായി യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ പരാജയപ്പെട്ട് ആ അയ്യപ്പൻ്റെ സുഹൃത്തായിത്തീരുകയും ചെയ്തു എന്നാണ്. അത് സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആക്രമണകാരി, കടൽ കൊള്ളക്കാരനായ ഒരു ആക്രമണകാരി, പരമസാത്വികനായ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ കൂടി ഉടമയായ അയ്യപ്പനെ അടുത്ത് യുദ്ധം ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സമാധാനവാദിയാണോ? പക്ഷെ പിന്നീട് അയ്യപ്പനും വാവരും സുഹൃത്തുക്കളായിരുന്നു എന്ന് തന്നെയല്ലേ അതിലും പറയുന്നത്. ഇനിയിപ്പോൾ നാളെ പാകിസ്ഥാനും ഭാരതവും കൂടെ സുഹൃത്തായാൽ നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം സുഹൃത്തായത് ഏത് സാഹചര്യത്തിൽ എന്നുള്ളതാണ്. യുദ്ധത്തിൽ വന്ന് തോറ്റു തൊപ്പിയിടുമ്പോൾ ഒരിക്കലും തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ തോൽക്കുന്നതും അതിനുശേഷം സുഹൃത്താവുന്നതും തമ്മിൽ നമ്മളത് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണവും സൈക്കോളജിയും. പക്ഷേ അയ്യപ്പൻ എല്ലാ കാലത്തും വാവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, ശബരിമല നിർമ്മാണത്തിലടക്കം എന്നതല്ല ഐതിഹ്യം. അത് ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഇത് ആരുണ്ടാക്കിയ ഐതിഹ്യം? ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്ന ചരിത്രമെന്ന് പരിശോധിച്ച് നോക്കിയാൽ പലതും മിസ്ഇൻ്റർപ്രറ്റഡ് ആയിട്ടുള്ള ചരിത്രമാണ്, ദുർവ്യാഖ്യാനം ചെയ്ത് വെച്ചിരിക്കുന്ന ചരിത്രങ്ങളാണ്, തെറ്റായി ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രങ്ങളാണ്. എഴുതി ബുക്കിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് സത്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അസത്യവുമാകാം. അങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ ആണ് ഇന്ന് വിശ്വാസ പ്രമാണങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതൊന്നും പൂർവികർക്ക് അറിയില്ലായിരുന്നോ? ഈ എല്ലാ പൂർവികരുടെ പിന്നിലും ഞാനൊരു കാര്യം പറയട്ടെ. പൂർവികരെന്ന് പറയുമ്പോൾ 100, 200, 300, 500, 1000 വർഷങ്ങൾക്ക് മുമ്പുള്ളവരൊക്കെ ഇവിടുത്തെ പൂർവികർ തന്നെയാണ്. ഇവിടുത്തെ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ വന്നപ്പോഴും പൂർവികർ ഇവിടെ ഉണ്ട്. മുഗളന്മാരെ ആക്രമിക്കുമ്പോഴും നമ്മുടെ പൂർവികരുണ്ട്. അവർക്കിവിടെ ആശ്രയം കൊടുത്താൽ, അഭയം കൊടുത്താൽ, അവരെ നമ്മൾ സുഹൃത്തായി സ്വീകരിച്ചാൽ ഭാരതം നമ്മൾ അടിമകളാകും എന്നവർക്കറിയില്ലായിരുന്നോ? അവരുടെ ചവിട്ടുകൊള്ളേണ്ടി വരും, തുപ്പലേൽക്കേണ്ടി വരും. അതുപോലെ ഈ സംസ്കാരവും നമ്മുടെ ക്ഷേത്രങ്ങളും തച്ചുടയ്ക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇത് ആ പൂർവികർക്കറിയില്ലായിരുന്നോ? പൂർവികർക്ക് അറിയാതെ പോയി എങ്കിൽ അവർക്ക് ബുദ്ധിയില്ല എന്ന് വേണം പറയാൻ. അതായത് ശബരിമലയിലെ 18-ാം പടിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് വാവര് നടയുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നട വെറുതെ ആരെങ്കിലും കൊണ്ടുവച്ചതായിരിക്കില്ലല്ലോ. അയ്യപ്പനുമായിട്ടുള്ള ഐതിഹ്യവുമായി കണക്ട് ചെയ്തിട്ട് തന്നെ ആയിരിക്കില്ലേ? എല്ലാ കാലവും ഭരിക്കുന്ന ആളുകൾക്ക് പലതും നടപ്പാക്കുവാനുള്ള സ്വാതന്ത്ര്യവും ശക്തിയുമുണ്ട്. അതനുസരിക്കപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടുത്തെ ജനതയ്ക്കുമുണ്ട്. അത് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും ഉണ്ട്. അതുപോലെ അന്നും ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എതിർപ്പൊന്നും തന്നെ യാതൊരു തരത്തിലും ഫലപ്രദമായി പ്രകടിപ്പിക്കാനോ അതുപോലെ തന്നെ നടപ്പാക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതാണ് ഭാരതത്തിലെ ചരിത്രം നോക്കിയാൽ തന്നെ നമ്മൾ. ഞാൻ ചോദിക്കുന്ന വാവര് നട എങ്ങനെ വന്നു? അതൊക്കെ ഈ പറഞ്ഞ നിക്ഷിപ്ത താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന്. പിന്നൊന്ന്, മതേതര സങ്കല്പമാണ് അയ്യപ്പൻ്റേത് എന്ന് വരുത്തി തീർക്കുവാനുള്ളത് മറ്റൊന്ന്. അതിൻ്റെ അർത്ഥം അയ്യപ്പൻ മതേതര സങ്കല്പം ഇല്ലാത്ത ആളെന്നല്ല. അയ്യപ്പന് മതത്തെക്കുറിച്ചേ ചിന്തയില്ല, മനുഷ്യനെക്കുറിച്ച് മാത്രമാണ് ചിന്ത.
ഭാരതത്തിൻ്റെ എല്ലാ അവതാര പുരുഷന്മാരെ നോക്കിയാലും ശരി, നമ്മുടെ സങ്കല്പത്തിൽ ഗുരുക്കന്മാരെ നോക്കിയാലും ശരി, അന്യമതസ്ഥൻ എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പന്തളത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യം പന്തളം കൊട്ടാരം ഇതിലെന്താ സ്റ്റാൻഡ്, അവരിതെന്താ ഉയർത്താത്തെ? പറയാം. ഞാൻ പന്തളത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാണ്. ലോകം ഒരു കുടുംബം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം എന്ന്. അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാബുരനെ പറ്റി പറഞ്ഞത്. പിന്നെ പന്തളം കൊട്ടാരത്തിൻ്റെ ഏറ്റവും പ്രധാനി അവിടെ കൂടിയ കൺവെൻഷനിൽ ആ സെമിനാറിൽ അധ്യക്ഷനായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ അധികാരി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിൽ നിന്ന് അവിടെ നിന്ന് മറ്റൊരാൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നു എങ്കിൽ, കേസ് കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, വാസ്തവത്തിൽ കൊട്ടാരത്തിലുള്ള അധികാരികൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. അതിനകത്തൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു സത്യം. അങ്ങനെ രണ്ട് അഭിപ്രായം വന്നുകൊണ്ട് വെളിയിൽ വന്ന് ഈ രീതിയിൽ പറയുമ്പോൾ ചരിത്രം കൂടി നമ്മളൊന്ന് നോക്കണം. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണ്? കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണ്? അദ്ദേഹം CPM സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് അതുപോലെ തന്നെ CPMൻ്റെ സജീവമായ പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ CPMൻ്റെ ഒരു ശബ്ദം അദ്ദേഹത്തിലൂടെ വന്നു എന്ന് മാത്രമേ ഞാൻ ധരിക്കുന്നുള്ളൂ. വിരോധമൊന്നും അവിടെയില്ല. പിന്നെ കൊട്ടാരത്തിൻ്റെ അഡ്രസ്സ് വെച്ച് വരുമ്പോൾ കൊട്ടാരത്തിൽ അദ്ദേഹം മാത്രമല്ല, കൊട്ടാരത്തിൽ പശു ഉണ്ടാവും, കാളയുണ്ടാവും, പൂച്ചയുണ്ടാവും, എലിയുണ്ടാകും. ഇവരൊക്കെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കൊട്ടാരത്തിലെ ആളുകളാണ് ഞാൻ എന്ന് പറഞ്ഞേനെ, അവരുടെ അഭിപ്രായവും പറഞ്ഞേനെ. അത്രയേ വില അതിനകത്തുള്ളൂ. കേസിനെ ഭയക്കുന്നുണ്ടോ? കേസിനെയോ? ആര്? സന്യാസിയോ? മരണത്തെപ്പോലും ഭയക്കാത്തവനാണ് സന്യാസി. കാരണം ശരീരമെന്ന് പറയുന്നത് വസ്ത്രം മാറുന്നത് പോലെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തെ ഭയന്നുകൊണ്ട് ഒരിക്കലും സന്യാസി ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും വെറും വേഷം മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വാവര് നടയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ നിലപാട്? നോക്കൂ, എൻ്റെ നിലപാടല്ലല്ലോ ഇവിടെ നടപ്പാകുന്നത്. ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ നിലപാടാണ്. അപ്പോൾ ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്ന് ഹൈന്ദവ സംഘടനകളും സന്യാസിമാരും ഒരുമിച്ചിരുന്ന് ചിന്തിച്ചാണ് അത് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് ഇവിടുത്തെ ദേവസ്വം ബോർഡ് തയ്യാറാകണം എന്നുള്ളൊരു അഭിപ്രായം അവർ മുമ്പോട്ട് വയ്ക്കും. ഇപ്പം മാറ്റണം എന്നൊരു അഭിപ്രായമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. വാവരല്ല അവിടെ നിലനിൽക്കുന്ന സങ്കല്പം, അത് തെറ്റാണ്, വാപുരനാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അക്കീരമൺ ഭട്ടതിരിയെ പോലുള്ള ആളുകളും എന്താണ് ഈ സ്വാമി പറയുന്നത്, അത് വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് ആയേക്കാമെന്ന നിലപാടുകളല്ലേ എന്നൊക്കെ പല കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. നിങ്ങൾ ഈ വർഗീയ സംഘർഷമെന്ന് പറയുമ്പോൾ ഒരു വശത്ത് ഹിന്ദുവും മറ്റൊരു ഭാഗത്ത് മുസ്ലിമും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള ഹിന്ദുവിനും യഥാർത്ഥ കാര്യം അറിയാം, ഈ മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അല്ല, ഈ സ്വാമി പറയുന്ന വിഷയത്തിൽ ഒരു വശത്ത് മുസ്ലിം ആയിരിക്കില്ല, ഒരു വശത്ത് വിശ്വാസികൾ, യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ സംബന്ധിച്ച് സ്വാമി പറയുന്നത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ടാവുന്നുണ്ടാവില്ലല്ലോ. നിങ്ങളിവിടെ അക്കീരമണിൻ്റെ കാര്യം പറയുന്നു. അക്കീരമണൻ നമ്മുടെ സഭയിൽ സംബന്ധിച്ച ആളാണ്, അവിടെ സദസ്സിലിരുന്നയാളാണ്, ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അല്ല, അദ്ദേഹം എതിർ നിലപാട് പറഞ്ഞു. ഇനി നോക്കൂ, ഇനി ആരെതിർ നിലപാട് പറഞ്ഞാലും സത്യമല്ലാതാകുന്നില്ല. ഇവിടുത്തെ പല സംഘടനകളും ഉണ്ടല്ലോ, NSS ഉണ്ട്, SNDP ഉണ്ട്, അവരും മറുവശത്താണ് എന്നാണ് പറയുന്നത്. പക്ഷേ അവരിൽ എത്ര പേർ മറുവശത്താണ്? അവരിലുള്ള ചില നേതാക്കന്മാർ മറുവശത്തായിരിക്കാം. ഇവിടെ വന്നതിൽ NSSകാരുണ്ട്, SNDPക്കാരുണ്ട്. എല്ലാ സംഘടനയിൽപ്പെടുന്നവരും എല്ലാ സമുദായത്തിൽപ്പെടുന്നവരും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർക്ക് മുന്നിൽ നിൽക്കുന്നത് പാർട്ടിയല്ല, അവരുടെ മുന്നിൽ നിൽക്കുന്നത് സംഘടനയല്ല, സംഘടനയുടെ നേതാവല്ല. ഇതിനെയൊക്കെ അതീതമായി അവർ കാണുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയാണ്, അവരുടെ ഈശ്വരനെയാണ്. ഇതിനകത്ത് സ്വാമി പറഞ്ഞ പരാമർശത്തിന് എതിരെ വന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം നാമധേയമുള്ള ആളുകളോ അല്ല. പന്തളം കൊട്ടാരത്തിൻ്റെ അവിടുത്തെ പ്രതിനിധികളിൽ ഒരാളായ, അല്ല കൊട്ടാരത്തിലെ അംഗങ്ങളിൽ ഒരാളായ ആൾ പ്രദീപ് വർമ്മയാണെന്ന് തോന്നുന്നു, കേസ് കൊടുക്കുന്നു. അക്കീരമൺ ഭട്ടതിരിപ്പാട് താങ്കൾ പറഞ്ഞതിനെ എതിർത്ത് വരുന്നു. ദേവസ്വം ബോർഡ് താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതല്ലാതെ ഇതിനകത്ത് അയ്യപ്പ വിശ്വാസികളായ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് താങ്കൾ പറഞ്ഞ വാവര് തീവ്രവാദിയാണ് എന്ന നിലപാടിനെ തള്ളിക്കളയുന്നത്. ഒരിക്കലുമല്ല. കാരണം നിങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കൊട്ടാരത്തിലുള്ള പ്രധാനിയാണ് ഞങ്ങളുടെ ഈ സഭയുടെ അധ്യക്ഷനായിരുന്നത്. അദ്ദേഹത്തിന് അഭിപ്രായമല്ല ഉള്ളത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അക്കീരമൺ ഭട്ടതിരിപ്പാടിന് തെറ്റുപറ്റിപ്പോയെങ്കിൽ അദ്ദേഹം നാളെ ബോധ്യപ്പെട്ട് തിരുത്തും. തെറ്റ് ആർക്കും പറ്റാം, എനിക്കും പറ്റാം, നിങ്ങൾക്കും പറ്റാം, ആർക്കും പറ്റാം. രാഷ്ട്രീയക്കാരൊക്കെ തെറ്റുതിരുത്തിയവരാണ് പലരും.
തെറ്റുതിരുത്താത്തവർ അവനവൻ്റെ അഹങ്കാരം കൊണ്ടും അജ്ഞത കൊണ്ടും വെച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവരനുഭവിക്കുകയും ചെയ്യും അതിൻ്റെ ദുരന്തഫലം. അപ്പോൾ എന്തായാലും തിരുത്തൽ നമുക്കൊരാവശ്യമാണ്, എല്ലാ രംഗങ്ങളിലും തിരുത്തൽ ആവശ്യമുണ്ട്. എൻ്റെ ഭാഗത്തൊരു തിരുത്തൽ വേണം എന്നെനിക്ക് തോന്നിയാൽ, എനിക്ക് ബോധ്യപ്പെട്ടാൽ, ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് സത്യമല്ല എനിക്കിന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തിയെടുക്കാനൊക്കെ ഉള്ള ഒരു വിവേകവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഇതൊക്കെ ഇന്നലെ ഒരു സഭയെ കാണുമ്പോൾ, ആയിരങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോകുന്നതൊന്നുമല്ല, ഇത് വളരെ ഉറപ്പിച്ച് തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് കൊട്ടാരത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിലല്ല അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് ആയിട്ട് നമ്മൾ കാണുന്നത്. കാരണം കൊട്ടാരത്തിലെ അംഗം വേറെ ഇതുമായിട്ട് നിന്ന് വന്നതാണ്. പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് കൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് ഞങ്ങൾ കാണുന്നത് CPM-കാരനായിട്ടാണ്. അതുകൊണ്ട് ആ CPM-ൻ്റെ അഭിപ്രായം അദ്ദേഹത്തിലൂടെ വന്നു എന്ന് മാത്രമേ എന്നോടും സംസാരിക്കേണ്ട കാര്യമുള്ളൂ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് സംശയം എന്താ? പറഞ്ഞത് കാരണം പറഞ്ഞത് മനുഷ്യത്വത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലല്ലോ. അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞതും. കാരണം ഏതെങ്കിലും മതസ്ഥർ ഇതിനകത്തില്ല, മതസ്ഥർ തമ്മിലുള്ള സ്പർദ്ധ ഇതിനകത്തില്ല. വാവരെന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് വെറും 23 കുടുംബങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണെന്ന് ഇസ്ലാം മതസ്ഥർ ഇപ്പുറത്തില്ല, വിശ്വാസികളായ അയ്യപ്പ ഭക്തർ ഇപ്പുറത്തുണ്ട്. അവരാണ് താങ്കളെ തള്ളുന്നത്. വിശ്വാസികളായ അയ്യപ്പ ഭക്തന്മാരല്ല എന്നെ തള്ളുന്നത്. എന്നെ മീൻസ് ഈ അഭിപ്രായത്തെ തള്ളുന്നത് അവിശ്വാസികളായ അയ്യപ്പ ഭക്തന്മാരോ, നമ്പർ 2 ഇതിൻ്റെ സത്യം അറിയുവാൻ ഒരുപക്ഷെ ഇതുവരെ ചിന്തിക്കാത്തവരോ അതിനുള്ള ഒരു സമയം കിട്ടാത്തവരോ ആണ്. അവർ നാളെ ചിന്തിച്ചോളും. തള്ളിയവരൊക്കെ കൊള്ളും, യാതൊരു സംശയമില്ല.